പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു SI ആയിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നന്ദു അനന്തപുരിയിൽ എത്തുന്നത്. എന്നിട്ട് തൻ്റെ നാട്ടിൽ തന്നെ തനിക്ക് SI ആയിട്ട് ചാർജ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരം അനന്തപുരിയിലെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഈ വാർത്ത കേട്ടിട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ആരും ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ്റെ ഇടപെടൽ കൊണ്ടാണ് നന്ദുവിന് ആ ഒരു നാട്ടിൽ തന്നെ ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതിന് നന്ദു മുത്തശ്ശനോട് നന്ദി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ നന്ദു അനാമികയാണ് ചോദിക്കുന്നത്. അനാമികയുടെ അവളെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് അനി അവിടേക്ക് വരുന്നത്. അങ്ങനെ അനിയാണെങ്കിൽ നന്ദുവിനെ ആ ഒരു പോലീസ് യൂണിഫോമിൽ കണ്ടിട്ട് വളരെയധികം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താനോ, ഇത് വലിയ സർപ്രൈസ് ആയല്ലോ, താൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയോ? നന്ദു വരും എന്നുള്ള ആഘോഷം പറഞ്ഞ് ഇവിടെ ഒരുപാട് നാളായി തുടങ്ങിയിട്ട്, ഏതായാലും നീ ഇത്ര പെട്ടെന്ന് എത്തും എന്ന് കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിനോട് അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നന്ദും അനിയും തമ്മിൽ സംസാരിക്കുകയാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നെ വിളിക്കരുത് എന്നുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള നന്ദുവിനെ എനിക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് അനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കും, കാരണം നിന്നെ വിളിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല, കൈവിട്ട് കളയുമില്ല. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ. അത് തന്നെ കൊണ്ട് പറയിക്കുന്നത് വരെ തൻ്റെ പിന്നാലെ ഞാൻ നടന്നുകൊണ്ടേയിരിക്കും. അതിനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിർത്തില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, നിൻ്റെ വിവാഹം കഴിഞ്ഞത് മറന്നുപോയോ? എന്നിട്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എല്ലാവരും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇനി ആരും ഒന്നും എന്നോട് പറഞ്ഞു വരണ്ട, എന്തായാലും നിൻ്റെ മനസ്സ് മാറും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് ഉറപ്പാണ്. അത് എല്ലാവരുടെയും പറച്ചിൽ കൊണ്ട് മാത്രം നീ എന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നതാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവരിങ്ങനെ മാറി നിന്നിങ്ങനെ സംസാരിക്കുകയാണ്. ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമിക വരുന്നത്. അനാമികയാണെങ്കിൽ നന്ദുവിനെ പോലീസ് യൂണിഫോമിൽ കണ്ടിട്ടാണ് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അനി പറയുന്നുണ്ട്, അവൾ വരുന്നുണ്ട്, നമ്മളെന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്നെ ഏതായാലും അവളുടെ അച്ഛനെ കൊണ്ട് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ചതല്ലേ, അതിനെ കൊണ്ട് ഇവൾക്കൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അവൾ എന്നെ ഈ യൂണിഫോമിൽ കാണുമ്പോൾ ഒന്ന് ഭയക്കാണ്ടിരിക്കില്ല, ഉള്ളിൽ എന്തായാലും ആ ഒരു ഭയം ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വന്ന് യൂണിഫോമിൽ വന്ന് കയറിയ ആ അധികാരത്തോടെയായിരിക്കും എൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നത്, നിന്നോട് ഞാൻ ഇവനോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചൂടാവുന്ന സമയത്ത് അനാമികയോട് നന്ദു പറയുന്നുണ്ട്, നീ എന്താ വിളിച്ചത്? നീയെന്നോ? ഈ ഒരു യൂണിഫോമിനെ ബഹുമാനിക്കണം എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാനിനി പഠിപ്പിച്ച് തരണോ? സർ എന്ന് വിളിക്കി, മാഡം എന്ന് വിളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയെ വിരട്ടുകയാണ്. ആ സമയത്താണെങ്കിൽ അനാമിക ആകെ പേടിക്കുന്നുണ്ട്. ഇതെന്താ, ഇവൾ എല്ലാ അധികാരത്തോടെയുമാണല്ലോ സംസാരിക്കുന്നത്, ഇനി ഇതും പറഞ്ഞ് അനിയെ പാട്ടിലാക്കാനുള്ള പ്ലാനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അനാമിക. അങ്ങനെ പിന്നീട് നന്ദു അനാമിക കേൾക്കാൻ വേണ്ടിയിട്ട് അനിയയോട് പറയുന്നുണ്ട്, ഏതായാലും നമ്മുടെ നാട്ടിൽ തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് കരുതിയില്ല, എന്തായാലും ചില കാര്യങ്ങളൊക്കെ എനിക്കിനി ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. ചിലരൊക്കെ എന്നെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കുകയായിരുന്നല്ലോ, ഏതായാലും എന്നെ വട്ടം കറക്കിയതിന് പകരം ഞാൻ അവരെ ഇട്ട് വട്ടം കറക്കുന്നുണ്ട്. അത് ഒരിക്കലും പുറത്തിറങ്ങാത്ത രീതിയിലുള്ള വട്ടം കറക്കലായിരിക്കും ഞാൻ കറക്കാൻ പോകുന്നത്. ഇനി നന്ദു ആരാണ് എന്നുള്ളത് എല്ലാവരും ശരിക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇനി പണ്ടത്തെ പോലെ അധികാരത്തോടെ എൻ്റെ മേലെ സംസാരിക്കാനോ എന്നോട് വിരൽ ചൂണ്ടി സംസാരിക്കാൻ വന്നാലുണ്ടല്ലോ, ഞാൻ എല്ലാത്തിനെയും തൂക്കി ലോക്കപ്പിലിടും എന്നുള്ള രീതിയിലൊക്കെ അനാമിക കേൾക്കെ പറയുകയാണ്. അങ്ങനെ നന്ദു പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ അനാമിക ഒക്കെ ഷോക്കായിട്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കാരണം ഇനി എന്നെയാണല്ലോ ഇവൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, എന്നെ കൊടുക്കാനാണോ ഇവൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ വഴി അച്ഛനും ഒക്കെ ആ ട്രെയിനിങ് ക്യാമ്പിലിട്ട് നന്ദുവിനെ ഉപദ്രവിച്ചത് അതാണോ ഇവിടെ ഇപ്പോൾ പറയുന്നത്? അത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഇനി ഞാനൊരു സ്പെഷ്യൽ കേസ് ഏറ്റെടുത്തിട്ടുണ്ട്, അത് നിൻ്റെ കേസ് തന്നെയാണ്. എന്തായാലും നീ സൂക്ഷിച്ച് കാത്തിരുന്നോ, നിനക്കുള്ള കുരുക്ക് ഞാൻ തന്നെ ഇട്ട് തരുന്നുണ്ടടി. ഇനി ഈ നന്ദു ആരാണ് എന്നുള്ളത് ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ വിരട്ടിയിട്ട് നന്ദു ആ സ്ലോ മോഷനിൽ അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ്.
അങ്ങനെ ആ ഒരു കാഴ്ചയിലും ആ ഒരു നന്ദുവിൻ്റെ ആ ഒരു പറച്ചിലിലും ആകെ ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അനിയും പറയുന്നുണ്ട്, നീ കരുതിയിരുന്നോ ഇനി പഴയ നന്ദുവിനെയല്ല നീ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അനിയും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ആകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അനാമിക. എന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവളുടെ ഇടയിൽ അതൊന്നും നടക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആകെ ടെൻഷനടിച്ച് പേടിയോടുകൂടി നിൽക്കുകയാണ് അനാമിക.